നമസ്കാരം കൂട്ടുകാരെ, ഇന്നൊരു ഗിഫ്റ്റിനെ കുറിച്ചിട്ടാണ് പറയണത്. എൻ്റെ ഹൗസ് വാമിങ്ങിന് ഒരുപാട് ഗിഫ്റ്റുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ എല്ലാ ഗിഫ്റ്റുകളും എനിക്ക് പ്രധാനപ്പെട്ടതാണ്. എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരുമാണ്. ഒരാൾ എടുത്ത് മാറ്റി പറയാനുള്ളത് ഇല്ല. എന്താണെന്ന് വെച്ചാൽ അതിലൊരു ഗിഫ്റ്റ് എല്ലാവരും വരുമ്പോഴും അതിനെക്കുറിച്ചിട്ട് ചോദിക്കാറുണ്ട്. ഇതാര് തന്ന്, എങ്ങനെയാണ് ഉണ്ടാക്കിയത്, എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ള രീതിയിൽ പലരും ചോദിക്കാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് വരുമ്പോഴും ഫാമിലികൾ വരുമ്പോഴും ആരൊക്കെ വീട്ടിൽ വരുമ്പോഴും ഹൗസ് വാമിങ്ങിന് ശേഷവും വരുമ്പോൾ നമ്മുടെ വീട്ടിൽ വന്നാൽ കണ്ട് ഇതാര് തന്നതാണ്, എങ്ങനെയാണ് ഉണ്ടാക്കിയത്, നിങ്ങൾ എവിടെ നിന്ന് ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. എനിക്കും വേണ്ടപ്പെട്ട ഒരു ഗിഫ്റ്റായി മാറി. ഞാൻ അന്ന് അതിനെക്കുറിച്ചിട്ട് അത് അത്ര സീരിയസ് ആയി എടുത്തില്ല. പക്ഷെ എല്ലാവരും വന്നിട്ട് അതിനെക്കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ അതെനിക്കൊരു നല്ല ഗിഫ്റ്റായി മാറി. ഇപ്പം എനിക്കത് കാണുമ്പോൾ ഒരു സന്തോഷം കൂടിയാണ്. എന്നും അത് കാണുക. രാവിലെ എഴുന്നേറ്റ് വന്നാൽ എൻ്റെ ഡൈനിങ് റൂമിലാണ് ഉള്ള ആ ഗിഫ്റ്റ്. അപ്പോൾ ആ ഗിഫ്റ്റ് തരാനുള്ള കാരണം എങ്ങനെയാണ് ഉണ്ടായത്, നമുക്കിതിനെ കുറിച്ചിട്ട് ഈ ഗിഫ്റ്റ് വരുമെന്നുള്ള ഒരു അറിവും ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിലേക്ക് എൻ്റെ അനിയൻ തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. എൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം വന്നു. വീട് പണിയൊക്കെ നടക്കണതിന് മുന്നേ വീട്ടിൽ വന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത്, ഞങ്ങളുടെ ഫാമിലിയുടെ ഫോട്ടോയും ഒക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ നമുക്ക് അയച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് വീട് പണി ചെയ്യണ ടൈമിൽ നമ്മുടെ വീട്ടിൽ വന്ന് ഓരോ നിർദ്ദേശങ്ങളൊക്കെ തരും. ഞാൻ നാട്ടിലില്ലാത്തപ്പോഴും വന്ന് വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക, ഇന്നത് മര്യാദ എനിക്ക് നിർദ്ദേശങ്ങളൊക്കെ തരും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ ഈ ഗിഫ്റ്റ് തന്നു. ഒരുപാട് ആളുകൾ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. എല്ലാതും നല്ല, ഒന്നിനൊന്നും മെച്ചപ്പെട്ടിട്ടുള്ള ഗിഫ്റ്റാണ്. ഒരാളും തന്നിട്ടുള്ള ഗിഫ്റ്റും ഒരു പൊടിക്ക് പോലും കനം കുറവുള്ളതല്ല. നല്ല ഗിഫ്റ്റുകളാണ്. എനിക്ക് എല്ലാവരുടെയും ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ ഇതിനെക്കുറിച്ചിട്ട് എല്ലാവരും പറയാണ്, ഇതാര് തന്നതാണ്, എവിടെ നിന്നാണ് ഉണ്ടാക്കിയത്, അതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാം എന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അത് വേറൊന്നുമല്ല, എൻ്റെ പുറകിലുള്ള ഈ ഫോട്ടോയാണ്. ആ ഫോട്ടോ വന്ന് എല്ലാ കൂട്ടുകാരും നമ്മളോട് ചോദിച്ചത് ആരാണ് ചെയ്തത്, എവിടെ നിന്നാണ് ചെയ്തത്, നിങ്ങൾ എവിടെയാണ് ചെയ്യിപ്പിച്ചതെന്നൊക്കെ ചോദിക്കും. അതിൻ്റെ പുറത്ത് ഞാനത് നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചതാണ്. ഇത് മാത്രമല്ല, ഈ ഫോട്ടോ മാത്രമല്ല, ഒരുപാട് ഫോട്ടോകൾ ഫ്രെയിം ചെയ്തിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ റൂമിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഗിഫ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അതിനെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ആളുടെ നമ്പർ ഇട്ട് തരാം. എൻ്റെ അനിയനാണ്, സ്വന്തം അനിയനാണ്. അപ്പോൾ ആളുടെ നമ്പർ ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ചെയ്ത് തരിപ്പിക്കാം നമുക്ക്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു നല്ല ദിനം ആശംസിക്കുന്നു. താങ്ക് യു.